പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെ വീണ്ടും അധിക്ഷേപിച്ച് വെള്ളാപ്പള്ളി നടേശൻ. അഹങ്കാരത്തിന് കയ്യും കാലും വെച്ച സതീശൻ ഈഴവരെ അധിക്ഷേപിച്ചയാളാണ്. മുസ്ലിം വിരോധിയാക്കി ഒതുക്കാൻ ശ്രമിച്ചാൽ ഒതുങ്ങുന്നയാളല്ല താൻ. പറവൂരിൽ 52% വോട്ടുണ്ടെന്ന് പറഞ്ഞ സതീശൻ തോറ്റ ചരിത്രം മറക്കരുത്. UDFന് 100 സീറ്റ് കിട്ടിയാൽ താൻ SNDP യോഗം ജനറൽ സെക്രട്ടറി സ്ഥാനം രാജിവെക്കും. 100 സീറ്റ് കിട്ടിയില്ലെങ്കിൽ രാഷ്ട്രീയ വനവാസത്തിന് പോകാൻ സതീശൻ തയ്യാറാണോ എന്നും വെള്ളാപ്പള്ളി വെല്ലുവിളിക്കുകയാണ്. ഏതാണ്ട് പ്രതിപക്ഷ നേതാവായി എന്ന് കണ്ടപ്പോൾ ഈ അടുത്ത മുഖ്യമന്ത്രിയായി എന്നുള്ള തോന്നലോടുകൂടി ആരോട് എന്തും പറയാം എന്നുള്ള അഹങ്കാരത്തിന് കൈയും കാലും വെച്ചിട്ട് എന്തൊക്കെയാണ് പറയുന്നത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഈഴവ വിരോധിയാണ് അല്ലെന്ന് പറയട്ടെ പുള്ളി. ഈഴവർക്ക് ഇവിടെ എന്ത് ചെയ്യുന്നു? 100 സീറ്റോടുകൂടി കോൺഗ്രസ് അധികാരത്തിൽ വരുമെന്നാണ് അദ്ദേഹം ഇന്നലെ പ്രഖ്യാപിച്ചത്. പക്ഷെ അത് വരുമെങ്കിൽ അന്ന് കാക്ക മരന്ന് പറഞ്ഞാലേ ഞാൻ എന്നിട്ട് വെല്ലുവിളിക്കുകയാണ്. ആ 100 2 കുറച്ചോ 98 കിട്ടുമെങ്കിൽ ഈ നിങ്ങളുടെ MLA VD സതീശൻ ഇന്ന് അദ്ദേഹത്തിൻ്റെ പദവി രാജിവെച്ച് രാഷ്ട്രീയ വനവാസത്തിൽ പോകാവോ? ഞാനാണെങ്കിൽ SNDP ജനറൽ സെക്രട്ടറി സ്ഥാനം രാജിവെക്കാൻ തയ്യാറാണ്. സജോ ദേവസേവകരുമായി. സജോ, ഇപ്പോൾ ഓരോ ഇടത്തും പ്രസംഗത്തിൽ പ്രതിപക്ഷ നേതാവിനെതിരെയാണല്ലോ ഇപ്പോൾ വെള്ളാപ്പള്ളിയുടെ പ്രസംഗം. ഇന്നലെ അസഭ്യം പറച്ചിലായിരുന്നു, ഇന്നിപ്പോൾ ആ രൂപത്തിലാണ് എന്ന് തോന്നുന്നില്ല. എന്താണ് പ്രസംഗം? സ്മൃതി, SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന്റെ മുസ്ലിം വിരുദ്ധ പരാമർശത്തിലടക്കം വിമർശനം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന് ഉന്നയിച്ചിരുന്നു. അതിന് പിന്നാലെയാണ് തുടർച്ചയായി വി ഡി സതീശനെതിരായ വിമർശനം, അധിക്ഷേപം, പരിഹാസം എന്നിവ ജനറൽ സെക്രട്ടറി തുടരുന്നത്. ഇന്ന് അദ്ദേഹം വി ഡി സതീശന്റെ തന്നെ മണ്ഡലമായ പറവൂരിലെ SNDP യോഗത്തിന്റെ പരിപാടിയിലാണ് പങ്കെടുത്തത്. ആ ഘട്ടത്തിലാണ് രൂക്ഷമായ വിമർശനങ്ങൾ, അധിക്ഷേപങ്ങളൊക്കെ, കടുത്ത ഭാഷയിലുള്ള പ്രതികരണങ്ങൾ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. അദ്ദേഹം പറയുന്നത് ഇക്കാര്യത്തിൽ വി ഡി സതീശൻ തികഞ്ഞ അഹങ്കാരിയാണ്. 100 സീറ്റ് കിട്ടുമെന്നൊക്കെ പറയുന്നുണ്ട്. 98 സീറ്റ് കിട്ടിയാൽ തന്നെ കാണുമോ എന്ന് നോക്കാം എന്നതടക്കമുള്ള വെല്ലുവിളി അദ്ദേഹം ഉയർത്തുകയാണ്. കടുത്ത ഭാഷയിലുള്ള വലിയ വിമർശനങ്ങളുണ്ട്. 100 സീറ്റ് കിട്ടിയില്ലെങ്കിൽ രാജിവെച്ച് വനവാസത്തിന് പോകുമോ എന്ന് ചോദിക്കുന്നു. വിജയത്തിൻ്റെ അഹങ്കാരത്തിൽ, അതായത് ഉപതെരഞ്ഞെടുപ്പുകളിലേക്ക് വിജയത്തിൻ്റെ അഹങ്കാരത്തിൽ നടത്തുന്ന വെല്ലുവിളിയാണ്. ഈഴവ വിരോധിയാണ് സതീശൻ എന്ന് അദ്ദേഹം ആരോപിക്കാൻ ശ്രമിക്കുകയാണ്, അല്ലെങ്കിൽ അങ്ങനെ കടുത്ത ഭാഷയിൽ പറയുകയാണ്. ഈഴവ സമൂഹത്തിൻ്റെ ബുദ്ധിയെ ചോദ്യം ചെയ്യാൻ ശ്രമിക്കുന്നു. വി ഡി സതീശൻ മതേതരവാദിയാണെങ്കിൽ ഈഴവർക്ക് എന്ത് നൽകി എന്ന് പറയാൻ ശ്രമിക്കണം. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഭാഗം ആവർത്തിച്ചുറപ്പിക്കാനുള്ള ശ്രമം നടത്തുകയാണ്. ഒപ്പം ഈ ശ്രീനാരായണ ഗുരുധർമ്മം പാലിക്കുന്ന ആളാണ് താൻ, അതനുസരിച്ചാണ് താൻ തൻ്റെ ആശയം പ്രചരിപ്പിക്കുന്നത് എന്നടക്കം അദ്ദേഹം വി ഡി സതീശൻ മറുപടിയായി പറഞ്ഞിരുന്നു. അതിനും SNDP യോഗം ജനറൽ സെക്രട്ടറി പറയുന്നത് തന്നെ ഗുരുധർമ്മം പഠിപ്പിക്കാൻ വി ഡി സതീശൻ വരേണ്ടതില്ല, സതീശൻ്റേത് അഹങ്കാരികളുടെ സ്വരമാണ്, ഈഴവർ വോട്ടുകുത്തി യന്ത്രങ്ങളാണെന്ന് കരുതേണ്ടതില്ല തുടങ്ങി അദ്ദേഹം അതിരൂക്ഷമായ ഭാഷയിലൂടെ കടന്നാക്രമണങ്ങൾ അങ്ങനെ നടത്തുന്നു. അഹങ്കാരത്തിൻ്റെ ആൾരൂപമാണ് എന്ന് വി ഡി സതീശൻ എന്ന് പറയുന്നു. അങ്ങനെ എല്ലായിടത്തും, അതായത് ഇന്ന് പറവൂരിൽ മാത്രമല്ല, തുടർച്ചയായി വിവിധയിടങ്ങളിൽ SNDP യോഗത്തിൻ്റെ പരിപാടികൾ നടക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലും എറണാകുളം ജില്ലയുടെ വിവിധ ഭാഗങ്ങളുണ്ടായിരുന്നു. ആ പരിപാടിയിലും ഇന്ന് പറവൂരിലെ പരിപാടിയിലും അടക്കം തുടർച്ചയായി പ്രതിപക്ഷ നേതാവിനെ ലക്ഷ്യമിട്ടുള്ള വിമർശനങ്ങൾ ഉന്നയിക്കുകയാണ് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. സജോ ദേവസിയാണ് വിവരങ്ങൾ നൽകിയത്.